നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പം അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റം, അതായത് ഒരു ലോൺ എടുത്തു, അത് ജപ്തി നോട്ടീസ് വന്നു, അതിൻ്റെ അങ്ങേയറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജപ്തി ചെയ്ത് നമ്മുടെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെടും എന്നല്ലേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആർക്കും. അപ്പം നമ്മൾ ചിന്തിക്കുക അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ, അപ്പം നമുക്കിനി ഒന്നാന്ന് തുടങ്ങാൻ പറ്റും എന്ന് ചിന്തിക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ അത് വന്നു എന്നും പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടും എന്താണേലും ഉറപ്പാണ്. നമുക്ക് കുറച്ച് കാശ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടല്ലോ, ഇനി പലിശയും അതെല്ലാം കൂടെ കൂടുമ്പോൾ ഈ തുക കൂടുതലാവുകയാണെങ്കിൽ നമ്മൾ വിട്ടുകൊടുത്തേക്കുക. എന്നിട്ട് നമ്മൾ ഒന്നാന്ന് തുടങ്ങാൻ ശ്രമിക്കുക. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. ഈ ലോകത്ത് പണി എല്ലാവർക്കും കിട്ടുമെന്ന്, എന്തെങ്കിലും ഒരു പണിയൊക്കെ ചെയ്ത് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാതെ അതോർത്ത് ദുഃഖത്തിൽ അങ്ങനെ കിടക്കാണ്ടിരിക്കുക. അതാണ് വേണ്ടത്. അത് നമ്മളെ മക്കളെയും പഠിപ്പിക്കുക. എന്തുണ്ടെങ്കിലും നമ്മുടെ മക്കളോടും പറഞ്ഞേക്കുക. കാരണം ധാരാളികളാകാണ്ടിരിക്കാൻ പഠിക്കാൻ ഒരു മാർഗ്ഗം അതാണ്. നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാടും നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് കഴിയണമെന്ന് മക്കൾ കണ്ടു വളർന്നിട്ടുണ്ടെങ്കിൽ ആ മക്കൾ കൂടുതൽ ധാരാളികളായിട്ട് വളരില്ല. എല്ലാ കാര്യവും കടമെടുത്താണേലും മേടിച്ച് നമ്മൾ കൊടുത്ത് സുഖസൗകര്യങ്ങൾ അനുഭവിച്ചു വരുന്ന മക്കൾക്കുണ്ടല്ലോ, ഏതെങ്കിലും ഒരു സാധനം ഒരു കുറവ് വരുമ്പോഴത്തേനും അവരുടെ മുഖഭാവം മാറുകയും അവർ നമ്മളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും പറ്റില്ല എന്ന് നോ പറയാൻ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചു വെക്കണം. നമുക്കില്ല, നമുക്ക് ഉണ്ടാകുമ്പോൾ മേടിച്ചു തരാം എന്നിങ്ങനെ പറയാൻ നമ്മൾ പറ്റണം. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ മക്കളോട് പറയാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും ഒരു കഴിവുണ്ടാക്കിയെടുക്കണം. അതേപോലെ എന്ത് കാര്യങ്ങളാണെങ്കിലും അത് പോസിറ്റീവായിട്ട് കണ്ടിട്ട് അതിനെ കൈകാര്യം ചെയ്യാനും ഒക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി നമ്മുടെ ജീവിതത്തിലൊരു വിജയം ഉണ്ടാകും. അല്ലാണ്ട് ഈ നെഗറ്റീവുകൾ മാത്രം ചിന്തിച്ചു, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു വാചകമുള്ളൂ, ഞാൻ ഏത് വീഡിയോയിലും പറയുന്നതേ ഉള്ളൂ, നമ്മൾ നെഗറ്റീവും കൊണ്ടിരുന്നിട്ട് നമ്മളെ തേച്ച് കളയാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കുക. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നമ്മുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാൻ ശ്രമിക്കുക, മുന്നോട്ട് പോവുക. അതാണ് വേണ്ടത്. ഒത്തിരി ചുറ്റുവട്ടത്ത് ആന പോകുന്ന വഴികൾ ഒത്തിരി പട്ടികൾ നിന്ന് കുരയ്ക്കും ഇല്ലേ? പക്ഷേ ആനയുടെ മുമ്പിൽ നിന്ന് കുരയ്ക്കാൻ ഏതെങ്കിലും പട്ടിക്ക് ധൈര്യമുണ്ടോ? സൈഡിൽ നിന്നും പുറകിൽ നിന്നുമൊക്കെ കുരച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പാഠവും. നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കോളൂ. ഒത്തിരി പേര് പലതും പറയുന്നേ, പറയാതിരിക്കില്ല. ജീവിതമല്ലേ നമ്മുടെ ജീവിതത്തിലെ, ഈ കൊച്ചു ജീവിതത്തിൽ അത് എല്ലാവർക്കും തന്നെ ഉണ്ടാകും. അപൂർവം പേർക്ക് മാത്രമേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോവുകയുള്ളൂ. അപ്പോൾ ആ പ്രശ്നങ്ങളാണ് എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കടം എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കാതിരിക്കുക. അതിനൊരു നമ്മളായിട്ടുണ്ടാക്കി വെച്ചാണ് നമ്മൾ ചിന്തിക്കുക. അതിനെ നമ്മൾ വീട്ടാനുള്ള ശ്രമം നടത്തുക. അത്യാവശ്യ പണത്തിന് ആവശ്യം എല്ലാവർക്കും വരും. അപ്പം നമ്മൾ കുറച്ചൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ജോലികൾ ചെയ്യുക. നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള എന്തെങ്കിലും കാര്യങ്ങളും ഒക്കെ ചെയ്ത് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമുക്കൊരു വലിയ മുതൽ മുടക്കൊന്നുമുള്ള കാര്യമൊന്നും അല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പം അല്ലാണ്ട് നെഗറ്റീവും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് കാര്യങ്ങളാണോ, ഞാൻ ഒന്നോടെ പറയുന്നു, എന്ത് കാര്യത്തെയാണോ നമ്മൾ കൂടുതൽ പ്രാവശ്യം പറയുന്നത് അത് നമ്മളിലേക്ക് വരും, ഉറപ്പാണ്. അത് പണമാണെങ്കിലും അസുഖങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ദുരിതങ്ങളാണെങ്കിലും എന്താണോ. നമ്മളിപ്പം ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു പെൺകൊച്ചിനെ കെട്ടാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചു, അത് നമ്മുടെ വീട്ടിലേക്ക് വരും. അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല, അവൻ അതിനെ കൊണ്ടുവരും എന്ന് നമ്മൾ ശപിച്ചാണെങ്കിലും സന്തോഷത്തോടെയാണെങ്കിലും ഏത് രീതിയിലാണ് പറയണമെങ്കിലും അത് നമ്മുടെ വീട്ടിലേക്ക് വരും. എന്നാൽ അത് നമ്മുടെ വീട്ടിലേക്ക് വരില്ല എന്നിങ്ങനെ ഉറച്ചു പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, അത് വരില്ല. അത് ആ വഴി അങ്ങ് പൊക്കോളും. അത് ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ഒഴിവായി പൊക്കോളും. എൻ്റെ മകൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരും, അല്ലെങ്കിൽ എൻ്റെ മകൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇത് നമ്മുടെ വീട്ടിലേക്ക് വരും എന്നും പറഞ്ഞ് നമ്മൾ ആകർഷിച്ച് വരുത്തുകയാണ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും. പിന്നെ അങ്ങനെയൊക്കെ വന്നു എന്നോർത്ത് അത് അവരുടെ ഇതിനെ വിടുക. നല്ലതാണെങ്കിൽ നടത്തി കൊടുക്കുക. ഒത്തിരി ദുരിതം പിടിച്ചാണെങ്കിൽ ഒഴിവാക്കി വിടാൻ ശ്രമിക്കുക. ചിലത് ഒഴിവാവില്ല കേട്ടോ, അതൊരു വേറെ കാര്യമാണ്. എനിക്കറിയാവുന്ന ഒരു പയ്യനെ അടുത്ത ദിവസം കല്യാണം കഴിച്ചിട്ടുണ്ട്. ഭയങ്കര അടിയും തമ്മിത്തല്ലും പട്ടയാണ് പെണ്ണിൻ്റെ വീട്ടുകാർ. ചെറുക്കൻ്റെ വീട്ടുകാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പെണ്ണിൻ്റെ വീട്ടുകാർ അമ്പിനും ബില്ലിനും അടുക്കില്ലാത്ത രീതിയിൽ നിൽപ്പുണ്ട്. അപ്പം നമ്മൾ ഓർക്കുക, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് മാത്രമേ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾ, നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ സന്തോഷത്തോടെ ഉണ്ടാക്കും, മടുപ്പ് തോന്നി ഉണ്ടാക്കാതിരിക്കുക. നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുമ്പോഴും അത് ദൈവികമായ ചിന്തയോടുകൂടി എടുത്തു കൊടുക്കാൻ ശ്രമിക്കുക. ഞാനിന്ന് ഒരു ഉപവാസം പോലെ, ഞാനിന്ന് എൻ്റെ വീട്ടിലൊരു വഴക്കിനും പോവുകയില്ല എന്ന് നമ്മൾ ഉപവാസം എടുക്കുമ്പോൾ എന്ത് കൃത്യമായിട്ട് എടുക്കുന്നുണ്ടല്ലേ. ഇറച്ചി മീൻ മുട്ടയൊന്നും കൂട്ടില്ല എന്ന് തീരുമാനിച്ച് രാവിലെ കുളിച്ച് വിളക്ക് വയ്ക്കൂ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഏത് വ്രതങ്ങളാണെങ്കിലും എടുക്കുമ്പോൾ ആ ചിട്ടയോടുകൂടി നമ്മൾ എടുക്കുന്നില്ലേ, നമുക്ക് ഒരു ബുദ്ധിമുട്ടും നമ്മൾ തോന്നില്ല. നമ്മൾ അതിൽ തന്നെ 31 ദിവസം 41 ദിവസമൊക്കെ നമ്മളങ്ങ് എടുത്തു പോകും, 21 ദിവസമൊക്കെ. അതുപോലെ നമ്മൾ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ആവശ്യമില്ലാത്ത ചിന്തകൾ എൻ്റെ മനസ്സിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് എടുക്കുക. ഇന്നത്തെ ദിവസം എൻ്റെ മനസ്സിലുണ്ടായില്ല, ഒരു അനാവശ്യ ചിന്ത ഉണ്ടായില്ല എന്ന് എഴുതി വയ്ക്കുക ഒന്നാമത്തെ ദിവസം. അങ്ങനെ ഒരു 21 ദിവസം നിങ്ങളൊന്ന് നോക്കിക്കേ.
അതല്ലെങ്കിൽ നിങ്ങൾ എഴുതുക, ഇന്നത്തെ ദിവസം എൻ്റെ മനസ്സിൽ ഈ ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ടായി എന്ന് പറയുക. പിറ്റേ ദിവസം നമ്മൾ എഴുതണം. അങ്ങനെ ഒരു 21 ദിവസം നമ്മൾ എഴുതുമ്പോഴത്തേനുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ നിന്ന് നെഗറ്റീവ് ചിന്തകളെല്ലാം മാറിപ്പോയിട്ട് നമ്മൾ പോസിറ്റീവ് നിറയുക തന്നെ ചെയ്യും. അപ്പോൾ ഉള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. എനിക്ക് എന്തൊക്കെയോ സംഭവങ്ങൾ മാറി, ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം നേടിയെന്നൊരു ചിന്ത വരും നമ്മുടെ ഉള്ളിൽ. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന നിസ്സാര കാര്യങ്ങളല്ലോ. ഒരു നെഗറ്റീവ് ചിന്ത എഴുതുക, അല്ലെങ്കിൽ ഇന്നൊന്നും ചിന്തിച്ചില്ല എഴുതുക. അത് 2 വശത്തായിട്ട് എഴുതണം. ചിന്തിക്കാത്ത വശവും ചിന്തിച്ച വശവും രണ്ടായിട്ട് എഴുതുക. എന്നിട്ട് നിങ്ങൾ ഒരു 21 ദിവസം കഴിയുമ്പോൾ നോക്കി നമ്മുടെ കുറഞ്ഞു വരുന്ന ആ 21 ദിവസവും നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിക്കരുത് തന്നെ തീരുമാനിച്ചിരിക്കണം. നമ്മുടെ മനസ്സിൽ നിന്ന് പിന്നെ നെഗറ്റീവുകളൊന്നും വരില്ല. നമുക്ക് പോസിറ്റീവ് മാത്രമേ. നമ്മുടെ മക്കളുടെ ഉന്നതി, ജോലി, അവർ നല്ല നിലയിലെത്തി, അവർ നല്ല ശമ്പളം മേടിക്കുന്നു, ഞാൻ കടങ്ങൾ തീർക്കുന്നു, ബാങ്കിൽ പോകുന്നു, ലോണുകൾ അടച്ച് തീർക്കുന്നു, എന്നെന്താ പറയണേ, ഞാൻ അത് മേടിക്കുന്നു, സാരി മേടിക്കുന്നു, ഡ്രസ്സ് മേടിക്കുന്നു, നല്ല ഡ്രസ്സ് ഇട്ട് നടക്കുന്നു, നല്ല വാഹനം മേടിക്കുന്നു, നല്ല വീടുണ്ടാകുന്നു. എന്തൊക്കെ നമുക്ക് ചിന്തിക്കാം. ഇതെല്ലാം ചിന്തിച്ചോ നിങ്ങൾക്ക് എന്ത് വേണേലും ചിന്തിക്കാം. നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടി സന്തോഷത്തോടെ ഇരിക്കുക. സന്തോഷം, മുഖത്തൊരു സന്തോഷം ഉണ്ടായിരിക്കണം. നല്ല രീതിയിൽ നല്ല ഡ്രസ്സും ഒക്കെ ഇട്ടിരിക്കുന്നൊക്കെ ചിന്തിക്കുക. നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരി. നമ്മുടെ പുറം മാത്രം മിനുക്കിയിട്ട് അകം ദൂഷിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നമ്മുടെ പുറം മാത്രം നല്ല സെറ്റപ്പായിട്ടിരിക്കും. നമ്മൾ അകം ദൂഷിപ്പുമായിട്ടിരുന്ന് മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞ് മറ്റുള്ളവരെ നെഗറ്റീവും കണ്ടുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ പുറം പോലെ തന്നെ അകവും നമ്മൾ മനോഹരമാക്കി വെക്കാൻ ശ്രമിക്കുക. നമ്മുടെ മുഖവും നമ്മുടെ ശരീരം അല്ല എങ്ങനെയാണോ നമ്മൾ സൂക്ഷിക്കുന്നത്. നമ്മുടെ വ്രണങ്ങളുണ്ടാകുന്നത് നമ്മുടെ അകത്താന്നേ, മനസ്സിലാണ്. നമ്മുടെ മനസ്സിലിങ്ങനെ ഇട്ട് വ്രണങ്ങൾ ഉണ്ടാക്കിയാണ് നമ്മളത് പുറത്തേക്ക് ചീറ്റുന്നത്. നമുക്ക് കണ്ട അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്താ? തലമുടി കൊഴിയുന്നു, ത്വക്ക് രോഗങ്ങളുണ്ടാകുന്നു. ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ അകത്തെ ദുഷിപ്പുകളാണ്. അപ്പം നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ലത് മാത്രം പറയുക, നമ്മൾ പ്രവർത്തിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ശരിയാണോ എന്ന്. നമുക്ക് വരുന്ന മാറ്റങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. നമ്മൾ തന്നെ മാറും. നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിലൊരു ഐശ്വര്യം ഉണ്ടാകും. അസുഖങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവായി പോകും. നമ്മുടെ വീട്ടിൽ ആർക്കും ഒരു അസുഖം ഉണ്ടാവില്ല. നിങ്ങൾ ഒരു 21 ദിവസം നോക്കാം. ഞാനല്ലേ പറഞ്ഞത്, ഞാൻ എന്നും ഉണ്ടല്ലോ ഇതിനകത്ത് വീഡിയോ ഇട്ടുണ്ടേ. അപ്പോൾ എന്നോട് വന്ന് പറയാൻ പറ്റില്ല, ചേച്ചി പറഞ്ഞിട്ട് ഞാൻ ചെയ്തു, അതൊന്നും നടപടിയില്ലാത്ത കാര്യമാണെന്ന് നിങ്ങൾ പറഞ്ഞു എങ്കിലും, അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞിട്ട് ചെയ്തു നടപടി ഉണ്ടായി എന്ന് പറയാമല്ലോ. എന്നോട് വന്ന് പറഞ്ഞു, ഉറപ്പായിട്ട് ഞാൻ അതിൻ്റെ മറുപടി തന്നിരിക്കും. ഞാൻ എല്ലാ കമൻറ്റും വായിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഉറപ്പാണ് നമ്മുടെ ജീവിതം മറിയും. അല്ലാതെ എന്നെന്നാ പറയണേ, എപ്പോഴും ചീന്നും പറഞ്ഞിരിക്കാണ്ടിരിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മളിങ്ങനെ ചീന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഒരു ഐശ്വര്യം ഉണ്ടാവുകയില്ല. നമ്മുടെ മക്കൾക്ക് കൊച്ചു പഠിക്കില്ലാന്നേ, കൊച്ചങ്ങനെയാന്നേ, ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞു പിള്ളേർക്ക് അവർ കളിക്കേണ്ട പ്രായത്തിലാണ് നമ്മൾ ഈ സ്കൂളിൽ വിട്ടുകയും 4 മണി വരെ പോയിരുന്നിട്ടൊക്കെ വരുന്നതെന്ന് നമ്മൾ വിചാരിക്കണം. അപ്പം അവർക്ക് അതിൻ്റേതായ ഒരു സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുക. അവരെ തന്നെ പഠിക്കാനും തന്നെ കളിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം കൊടുക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട. IAS അല്ലല്ലോ പഠിക്കണേ, ഇല്ലേ? നമ്മളപ്പോൾ അതനുസരിച്ച് വിട്ടു. ഇവിടെ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് അഡ്മിഷൻ മേടിച്ചവൻ തുള്ളി കളിച്ച് നടക്കുന്നു. നമ്മൾ ഇച്ചിരി സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തേക്കുക. അപ്പോൾ അവർക്ക് നമ്മളോടൊരു സ്നേഹം തോന്നും. അവർക്ക് വേറൊന്നുമില്ല, നമ്മളായിരിക്കും അവരുടെ വീട്ടിലെ ഏറ്റവും നല്ല കൂട്ടുകാർ. അങ്ങനെയായി വരും. അപ്പം നമ്മളതൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ എന്തും നമ്മുടെ മക്കൾ നമ്മളോട് പറയും. എവിടെ കണ്ട ചീത്ത വാക്കുകൾ പോലും അവർക്ക് അറിയാൻ മേലാത്താണെങ്കിൽ നമ്മളോട് വന്ന് ചോദിക്കുന്നതൊക്കെ അവസ്ഥയിലേക്ക് ഉണ്ടാകും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ശരിയാണോ ഞാനീ പറഞ്ഞതെന്ന്. എല്ലാവർക്കും ഇതൊക്കെ മാറ്റം വരുത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ശരി, ബൈ.